Hi my dears, how are you? Today we are going to discussing about our second unit, third chapter summary. Our chapter name Mousetronet. Mousetronet written by Mark Kelly. Okay my dears. Now let us start our summary. The story Mousetronet is about a small but brave mouse named Meteor. When NASA prepares for a space mission, several mice are selected along with astronauts for a space travel. Among all the mice, Meteor is the smallest, while the other mice are scared and not ready for the mission. Meteor stays calm and shows courage. ആ എന്താണ് മക്കളെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്? ഈ ഒരു പാർട്ടിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഒരു ധൈര്യശാലിയായിട്ടുള്ള അല്ലേ മെറ്റിയർ എന്ന ഒരു മൗസിനെ കുറിച്ചാണല്ലേ ഇതിൽ പറയുന്നത്. അപ്പോൾ മൗസ്ട്രോനെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അല്ലേ, ആസ്ട്രോനെറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ മൗസ്ട്രോനെറ്റ് എന്നാണ് അല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ മൗസ്ട്രോനെറ്റ് എന്ന് പേര് വരാൻ എന്താ കാരണം എന്നുള്ളത് നമുക്ക് ഈ ഒരു അല്ലേ ഈ സമ്മറിയിലൂടെ നമുക്കത് മനസ്സിലാവും അല്ലേ. അപ്പോൾ ആസ്ട്രോനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകൾ, അതുപോലെ നമ്മുടെ മൗസ്ട്രോനെറ്റ് എന്ന് പേര് വരാൻ കാരണം അപ്പോൾ എന്തായിരിക്കും അല്ലേ, മൗസുകൾ അങ്ങോട്ട് പോയിട്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ധൈര്യശാലി ആയിട്ടുള്ള അല്ലേ നമ്മുടെ ഒരു മൗസ് ഉണ്ട് ഇതിൽ, എന്താ പേര്, മെറ്റിയർ എന്നല്ലേ. ആള് കുഞ്ഞാണെങ്കിലും വളരെ ചെറുതാണ്, ഭയങ്കര സ്മോളായിട്ടുള്ള ആളാണ് അല്ലേ ഈ മെറ്റിയർ എന്ന് പറഞ്ഞ ഈ ഒരു മൗസ്. അപ്പോൾ ആ ഒരു മൗസിൻ്റെ ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഈ മൗസ്ട്രോണേറ്റ് എന്നുള്ള ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ മൈ ഡിയേഴ്സ്. അപ്പോൾ ഈ ഒരു മെറ്റിയർ എന്ന് പറഞ്ഞ ഈ ഒരു സ്മോൾ മൗസാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ ഹീറോ. ഓക്കെ, നമ്മുടെ മെറ്റിയറാണ്. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ആ ഒരു സ്പേസ് യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ ആസ്ട്രോനേറ്റ്സുകളോടൊപ്പം അല്ലേ മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു സംഘം മൗസുകളെയുമാണല്ലേ അവർ കപ്പലിൽ യാത്ര ആക്കുകയാണ് അല്ലേ. അപ്പോൾ മെറ്റിയർ എന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു സ്മോൾ ആയിട്ടുള്ള അല്ലേ ആ ഒരു മൗസിനല്ലേ, അതിലുപരി അവനെന്താണ് വളരെ ബോൾഡാണ്, ധൈര്യശാലിയുമായിട്ടുള്ള ആ ഒരു മൗസും ആ ഒരു ടീമിലുണ്ട്. ഓക്കെ, ദെൻ during the space journey something goes wrong. A toolbox gets stuck and none of the astronauts can reach it due to weightlessness in space. Weightlessness in space. Surprisingly, it is Meteor who comes forward and solves the problem by getting into the small space and filling the toolbox. വാട്ട് ഈസ് ഹിയർ, എന്താണ് ഇവിടെ പറയുന്നത്? മറ്റ് മൗസുകളൊക്കെ വളരെ പേടിയോടെ ഇരിക്കുകയാണ് അല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. വാട്ട് ഹാപ്പൻ, നമ്മുടെ ഈ മെറ്റീരിയലിന് എന്താണ് അല്ലേ, നമ്മൾ പറഞ്ഞു ബോൾഡാണ് അല്ലേ, ഒരു പേടിയും ഇല്ല അല്ലേ, ആൾ ചെറുതാണെങ്കിലും ഒരു പേടിയും കാണിക്കാതെ തളരാതെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു മൗസാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു കപ്പലിലെ അവർക്ക് ആ ഒരു അവസാനം നമ്മുടെ ഈ ഒരു കപ്പലിനകത്തൊരു അവരുടെ ആ ഒരു എൻജിനൊരു ഉപകരണക്കൂട്ടം കുടുങ്ങി വരികയാണ് അല്ലേ, അതായത് കേട് വരുന്നുണ്ട്. അപ്പോൾ കുടുങ്ങി വന്നപ്പോൾ അത് പുറത്തെടുക്കാൻ നമ്മുടെ ഈ ഒരു ആസ്ട്രോനേറ്റുകൾക്ക് കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ ഹീറോ ആണ് അല്ലേ മെറ്റിയർ ഈ സ്റ്റോറിയിലെ. ആ മെറ്റിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൗസാണ്. അത് അത്ഭുതകരമായിട്ടില്ലേ അതിനുള്ളിൽ കയറി ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, മെറ്റിയർ ബിക്കം എ ഹീറോ ആൻഡ് ഈസ് പ്രൈസ്ഡ് by the astronauts. The story teaches us that being small doesn't mean being weak. Bravery, smartness, and readiness can make even the smallest one a true hero. ഓക്കെ, ദിസ് ഈസ് അവർ ലാസ്റ്റ് പാർട്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത്
ലാറ്റിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹീറോ അല്ലേ, അവനാണ് ഇവിടെ ഹീറോ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കിടയിൽ ഒരു ഹീറോ ആയി മാറുകയാണ് അല്ലേ, കാരണം അവന് ആർക്കും സാധിക്കാത്തത് അല്ലേ, ഒരു ആസ്ട്രോനേറ്റിന് പോലും സാധിക്കാത്ത കാര്യമാണ് അവൻ ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പോൾ മക്കളെ ഈ ഒരു കഥ അല്ലേ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അതെന്താണ്? വലുതാവുന്നത് മാത്രമൊന്നുമല്ല അല്ലേ, വലിയ ആളാണ്, വലിയവരാണ്, അതിലൊന്നും വലിയ കാര്യമില്ല അല്ലേ. ചെറുതായാലും എന്താണ്, ധൈര്യവും ഭയങ്കര ബുദ്ധിയുള്ളവനെ എന്താണ് അല്ലേ, സത്യമായ ഒരു നായകനാകാം, ഒരു ഹീറോ ആകാം എന്നതാണ് നമ്മളെ ഈ കഥയിലെ ഒരു വലിയൊരു പാഠം. ഓക്കെ, ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു ഓൾ.